പ്രിയ മക്കളെ, യേശു 24/7 സ്വാഗതം. ഇന്ന് നമുക്ക് റിറ്റി എന്ന കൗമാരക്കാരിയുടെ കഥ കേൾക്കാം. അവൾ മിടുക്കിയായിരുന്നു. എങ്കിലും എല്ലാവരും തന്നെ സ്നേഹിക്കണമെന്ന വലിയൊരു ആഗ്രഹം അവൾക്കുണ്ടായിരുന്നു. ആ സ്നേഹം നേടാൻ അവൾ നുണകൾ പറഞ്ഞു തുടങ്ങി. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി അവൾ മറ്റുള്ളവരെ ആകർഷിച്ചു. തൻ്റെ സാധാരണ ജീവിതം അറിഞ്ഞാൽ കൂട്ടുകാർ തന്നെ വെറുക്കുമെന്ന് അവൾ വെറുതെ ഭയന്നു. നുണകൾ അവൾക്കൊരു മറയായി. എന്നാൽ നുണകൾ അധികകാലം മറച്ചുവെക്കാൻ അവൾക്കായില്ല. സത്യം പുറത്തു വന്നപ്പോൾ എല്ലാവരും അവളെ പരിഹസിച്ചു. കൗമാരപ്രായത്തിലെ ആ ഒറ്റപ്പെടൽ അവളെ തകർത്തു. ആരും തന്നെ സ്നേഹിക്കുന്നില്ലെന്ന് കരുതി അവൾ ഏകാന്തതയിൽ കണ്ണീർ വാർത്തു. ഒരു രാത്രിയിൽ അവൾ തേങ്ങിക്കരഞ്ഞു. എൻ്റെ ഉള്ളു കാണാൻ ആരുമില്ലേ എന്നവൾ എന്നോട് ചോദിച്ചു. മോളെ റീറ്റി, നിന്റെ നുണകൾ കണ്ടല്ല, നിന്റെ നിഷ്കളങ്കമായ ഹൃദയം കണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. മറ്റുള്ളവർക്ക് മുൻപിൽ അഭിനയിക്കുമ്പോൾ നീ നിന്റെ യഥാർത്ഥ മുഖം നഷ്ടപ്പെടുത്തുകയാണ്. സത്യമായിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഭംഗി. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ തൊട്ടു. മറ്റുള്ളവരുടെ കയ്യടിക്ക് വേണ്ടിയല്ല, എൻ്റെ സ്നേഹത്തിനായി ജീവിക്കാൻ അവൾ തീരുമാനിച്ചു. അവൾ നുണകൾ പറയുന്നത് നിർത്തി. താൻ സാധാരണക്കാരിയാണെന്ന് പറയാൻ അവൾക്ക് പിന്നീട് ലജ്ജ തോന്നിയില്ല. മക്കളെ, നിങ്ങളും ആത്മവിശ്വാസമില്ലാതെ ഉഴലുകയാണോ? അംഗീകാരത്തിനായി കള്ളങ്ങൾ പറയുകയാണോ? നിങ്ങളെ സ്നേഹിക്കാൻ എനിക്ക് പദവികളോ പണമോ ആവശ്യമില്ല. നിന്റെ നന്മ മാത്രമാണ് ഞാൻ നോക്കുന്നത്. ലോകത്തിൻ്റെ മുൻപിൽ നീ സാധാരണക്കാരനായിരിക്കാം, പക്ഷേ എൻ്റെ കണ്ണുകളിൽ നീ വളരെ വിശേഷപ്പെട്ടവനാണ്. മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന ഭയം വേണ്ട. നിന്റെ കുറവുകൾ പോലും എന്നിൽ പൂർണ്ണമാണ്. സത്യമാണ് നിനക്ക് ശാശ്വതമായ സമാധാനവും ബഹുമാനവും നൽകുന്നത്. അത് നിന്നെ സ്വതന്ത്രനാക്കും. നുണകളുടെ ഭാരം ഇനി നീ ചുമക്കരുത്. നിനക്ക് നഷ്ടപ്പെട്ട സ്നേഹം സത്യത്തിലൂടെ ഞാൻ തിരികെ നൽകും. നിന്റെ ഉള്ളിലെ അരക്ഷിതാവസ്ഥ ഞാൻ മാറ്റാം. തലയുയർത്തി നിൽക്കാൻ എൻ്റെ സാന്നിധ്യം നിന്നെ പ്രാപ്തനാക്കും. നീ ഒരു അത്ഭുതമായി മാറും. നിന്റെ ഓരോ വാക്കിനും ഞാൻ കൃപയും മൂല്യവും നൽകും. യേശുവേ, അംഗീകാരത്തിനായുള്ള എൻ്റെ അമിതമായ ആഗ്രഹത്തെ മാറ്റി എന്നെ സത്യത്തിൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കും. നിന്റെ മാറ്റത്തിൽ സ്വർഗം സന്തോഷിക്കും. നിന്റെ ഹൃദയത്തിൽ സമാധാനം നിറയട്ടെ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശു 24/7 എന്നും നിന്നോട് കൂടെ. ആമേൻ.